ഈ ഒരു നിബന്ധന എന്റെ അടുക്കലുണ്ട്. അഡ്രസ്സിലില്ലാത്ത ആളുകൾക്ക് മറുപടി പറയാൻ അഡ്രസ് ഉള്ള ആളുകളെ കിട്ടൂല. മനസ്സിലായില്ലേ? നമുക്കൊരു അഡ്രസ് ഉണ്ട്. ഞങ്ങൾ സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞാൻ കർണാടക ജംഇയ്യത്തുൽ ഉലമയിൽ പ്രവർത്തിക്കുന്നവനാണ്, മറ്റ് സംഘടനകളിൽ പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സംഘടനാപരമായ അഡ്രസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ സംഘടനാപരമായ അഡ്രസ് ഉള്ളവനാണോ വരുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് അവർക്ക് മറുപടി ഉണ്ടാകും. അല്ലാതെ തെരുവിന് പോകുന്ന ഭ്രാന്തന്മാർക്കൊക്കെ മറുപടി പറയാൻ ഞങ്ങളെ കിട്ടൂല. അതിന് ഞങ്ങൾ വരൂല. വരുന്ന ആള് ആധികാരികമായ ആളാകണം, അല്ലെങ്കിൽ കേന്ദ്രമാകണം. ഇങ്ങനെ ഈ 3 വിഭാഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു ആധികാരിക വ്യക്തി വരുന്നു, അല്ലെങ്കിൽ KSM, അത് കാരണം കേരളത്തിലെ KNMന്റെ കീഴിലൊരു സംഘടനയാണ്. അങ്ങനെ ഒരു ആധികാരിക അഡ്രസ് ഉള്ള വ്യക്തിയാണോ വരുന്നതെങ്കിൽ ഇൻഷാ അല്ലാഹ് അത് നിങ്ങൾ ഏതു കൊമ്പനെ കൊണ്ടുവന്നാലും ഇൻഷാ അല്ലാഹ് ഞാൻ അതിന് തയ്യാറാണ്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോ നമ്മുടെ നാട്ടിൽ ആളുകൾ ഇതാ രംഗത്ത് വരുന്നു. നമ്മുടെ കൺമുമ്പിൽ ശിർക്ക് വളരുന്നു, പടരുന്നു. ഖുർആനിന്റെ അനുയായികൾ എന്ന് പറയുന്ന ആളുകൾ ഖുർആൻ പഠിപ്പിച്ച അടിസ്ഥാന ആശയങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു. പച്ചയായി നമ്മൾ നോക്കി നിൽക്കുമ്പോ ഇന്നലെ മരിച്ച കൂറത്തങ്ങൾ അന്ന് കബറടക്കി, സാധാരണ കബർ, പിറ്റേന്ന് ഇതാ അതിന് മോഡിഫൈ വരുന്നു, പിറ്റേന്ന് വീണ്ടും മോഡിഫൈ വരുന്നു. അതെ, നമ്മുടെ നാട്ടിലെ ചില മക്കളുണ്ട്, ചില ചെറുപ്പക്കാരുണ്ട്, അവര് പുതിയ വണ്ടി വാങ്ങിക്കൊണ്ടുവന്നാൽ നേരെ അത് മോഡിഫൈ ചെയ്യാൻ കൊണ്ടുപോകും. എന്നിട്ട് അതിനെ മേക്ക് ഓവർ ചെയ്യും. അവസാനം പഴയ വണ്ടിയാണോ ഇത് എന്നതുപോലും സംശയം തോന്നും. ചിലപ്പോൾ ഒരു 800 ആയിരിക്കാം, പക്ഷെ പുറത്തു വരുമ്പോ അതൊരു ഇന്നോവയായിട്ടായിരിക്കും പുറത്തു വരിക. ഈ രൂപത്തിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് പോലെ ജാറങ്ങൾ, ദർഗകൾ ഇവിടെ മോഡിഫൈ ചെയ്യുകയാണ്. സാധാരണ പറയാറുള്ളത് പോലെ പണക്കാരന്റെ മകളുടെ മണിയറ പോലെ ഈ ജാറങ്ങൾ അണിയിച്ചൊരുക്കി കൂറത്തങ്ങളും അല്ലാത്തതങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ബിംബമായി, തേടപ്പെടുന്ന ബിംബമായി പ്രവാചകൻ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനൻ യുഅബദു, അല്ലാഹുവേ എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കല്ല അല്ലാഹ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പ്രാർത്ഥിച്ചുവെങ്കിൽ ആ പ്രാർത്ഥനയെപ്പോലും അന്വർത്ഥമാക്കുന്ന, അതുപോലും പരിഹസിക്കപ്പെടുന്ന സാഹചര്യത്തിൽ ജാറങ്ങളും മക്ബറകളും ദർഗകളും ഒക്കെ കെട്ടിപ്പൊക്കുന്ന ആളുകൾ വന്ന് സലഫികളെ വെല്ലുവിളിക്കുകയാണ്. ചില ആളുകൾ നമ്മുടെ നാട്ടില് തോക്കോ അത് വടിവാളോ എന്നിങ്ങനെ അറിയപ്പെടുന്ന ചില ആളുകൾ അവര് വെല്ലുവിളിക്കുകയാണ് SKSM-നെ, അവര് വെല്ലുവിളിക്കുകയാണ് സലഫികളെ. നിങ്ങൾ വാദപ്രതിവാദത്തിനുണ്ടോ എന്നൊക്കെ വെല്ലുവിളിക്കുകയാണ്. ഞങ്ങൾ പറയുന്നു, കേരളത്തിന്റെ മണ്ണിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അന്തസ്സായി കാന്തപുരം സമസ്തക്കാരെ ഞങ്ങൾ വാദപ്രതിവാദത്തിന് തന്നെ വെല്ലുവിളിച്ചു. ഒന്നാമത് അവരോട് പറഞ്ഞ വിഷയം മുദബ്ബിറുൽ ആലം എന്ന വിഷയമാണ്. മുദബ്ബിറുൽ ആലം അഥവാ CM മടവൂരാണ് മുദബ്ബിറുൽ ആലം എന്ന കാന്തപുരം വിഭാഗത്തിന്റെ വാദം ശിർക്കും കുഫ്റുമാകുന്നു. ഈ വിഷയത്തിൽ വാദപ്രതിവാദത്തിന് തയ്യാറുള്ള ഏത് സഖാഫിയാണെങ്കിലും, ഏത് കാന്തപുരം സമസ്തക്കാരനാണെങ്കിലും അവരുടെ സംഘടനയുടെ ഒരു ലെറ്റർ ഹെഡും വാങ്ങി, അല്ലെങ്കിൽ അവരുടെ സംഘടനയുടെ കീഴിലുള്ള ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ എങ്കിലും ലെറ്റർ ഹെഡിൽ എഴുതി വന്നാൽ നമ്മൾ വാദപ്രതിവാദം നടത്തി കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ അതെടുക്കാൻ തോക്കയോ അതല്ല തോക്കാത്തതോ ആയ ആരും തന്നെ തയ്യാറായിട്ടില്ല. ഇനിയും അതിനാരെങ്കിലും തയ്യാറുണ്ട് എങ്കിൽ ഇൻഷാ അല്ലാഹ് ആ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്.